പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണം അത് നമ്മുടെ ഭാരത ജനതയുടെ ഹൃദയത്തിനേറ്റ വലിയൊരു ആഘാതമായി തന്നെ നാം കാണുന്നു. അത് വളരെ നിരാശാജനകവും വേദനിപ്പിക്കുന്ന ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, തീവ്രവാദി ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ള അപകടപ്പെടുത്തുന്നതായിട്ടുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിവേഗം കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല, അവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വാദം. തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി നേരിടാനാകണം നമ്മുടെ സർക്കാരിന് അത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പക്ഷേ നഷ്ടപ്പെട്ട വിലയേറിയ ജീവിതങ്ങളെ നമുക്ക് തിരികെ കിട്ടുകയില്ല. അപ്പോൾ ഈ ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ കണ്ടെത്താൻ തക്കവണ്ണം ഇടയാകണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സംഭവിച്ച ഈ ദുരന്തം ലോകത്തെമ്പാടും തീവ്രവാദം വീണ്ടും ശക്തിപ്പെടുകയാണെന്നുള്ളതിന്റെ വലിയൊരു തെളിവും കൂടിയാണ്. നമുക്കറിയാവുന്ന പോലെ ശ്രീലങ്കയിലെ പള്ളിയിൽ നടന്ന ഭീകര ആക്രമണം, ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം, അതേപോലെ തന്നെ സിറിയയിൽ നടക്കുന്നതായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സംഘർഷങ്ങൾ, അതേപോലെ തന്നെ പ്രതികാര കൊലപാതകങ്ങളൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചും ക്രൈസ്തവ സഹോദരങ്ങളാണ് ആ പ്രദേശങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. 2011 നമുക്കറിയാവുന്ന പോലെ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപമാണ് സിറിയയിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ആ ദേശം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പോകാനായിട്ട് ഇടയായിത്തീർന്ന കാര്യം. സിറിയയിലെ ക്രൈസ്തവ വംശഹത്യയാണ് കഴിഞ്ഞ മാസം നടന്നതെന്നുള്ളത് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മാത്രവുമല്ല, സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിയ ആ ഭീകര പ്രവർത്തകർ 3 ദിവസത്തെ കലാപത്തിൽ ഏകദേശം അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 1300ഓളം ആളുകളാണെന്നുള്ളതും കൂടെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ 1300ഓളം ആളുകളെ കൊല്ലുവാൻ തക്കവണ്ണം ആസൂത്രിതമായിട്ട് സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തുകയും എല്ലാ വിധത്തിലുള്ള ഹീനകൃത്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണമൊക്കെ അവരുടെ മനസ്സത്ര പൈശാചികത നിറഞ്ഞായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുകയും വേണം. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയിലെ ക്രൈസ്തവ ആരാധനാലയത്തിൽ 70 ക്രിസ്ത്യാനികളെ ഈ അടുത്ത സമയത്താണ് തല ഛേദിച്ച നിലയിൽ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ തീവ്രവാദികളാണെന്നുള്ള വലിയ റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുകയും അതിന് പരിഹാരമായിട്ട് അവരെ കണ്ടെത്തണമെന്നൊക്കെ ലോക ജനത ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആഫ്രിക്കൻ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന തീവ്രവാദികൾ 50 ക്രൈസ്തവരെ പിടിച്ചു കൊണ്ടുപോവുകയും അതുകൂടാതെ വിശ്വാസികളായിട്ടുള്ള മറ്റു പല ആളുകളെ കൂടെ അങ്ങനെ 20 പേരെ കൂടെ ചേർത്ത് 70 പേരെ ബന്ദികളാക്കി അവരെ എല്ലാം തന്നെ കസംഖയിലെ ഒരു ദേവാലയത്തിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ദാരുണമായിട്ട് കഴുത്തറുത്ത് കൊല്ലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മ്യാൻമറിൽ നടന്നിട്ടുള്ള രാജ്യത്തിലെ മിലിറ്ററികളും അവിടുത്തെ സായുധ പോരാളികളും തമ്മിൽ കടുത്ത ആക്രമണങ്ങൾ നടക്കുന്ന ഇടയിലാണ് സായുധ സംഘത്തിലെ ഒരാളുടെ വെടിയേറ്റ് മ്യാൻമറിൽ നമ്മുടെ ഒരു കത്തോലിക്ക അച്ഛൻ കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു. ക്രിസ്തു വിശ്വാസത്തെ പ്രതി ഇസ്ലാമിക തീവ്രവാദികൾ ലിബിയയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ 21 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രൈസ്തവരുടെ ധീര രക്തസാക്ഷിത്വത്തിന് ഈ ഫെബ്രുവരി കഴിഞ്ഞപ്പോഴത്തേക്കും 10 വർഷം പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഞാൻ സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സഭയോട്, ക്രൈസ്തവ വിശ്വാസികളോട് ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരിക്കലും ഒരു വിധത്തിലും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? മിതത്വം പാലിക്കുന്ന, സ്നേഹത്തിൽ ഊന്നി നിൽക്കുന്ന ക്രൈസ്തവ സഭയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ഐഡിയോളജിയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കണം, നൈജീരിയയിലെ ബൊക്കോ ഹറാം എന്ന് പറയുന്നതായിട്ടുള്ള ബൊക്കോ ഹറാം എന്ന ആ ഇസ്ലാമിക തീവ്രവാദ സംഘടന, അവര് പൊലാനികൾ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പും കൂടെ ചേർന്ന് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും ഈ അടുത്ത സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പലസ്തീനിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അന്ന് അവിടെ വന്നിട്ടുള്ള ഒരു ലേഡി ബെത്ലഹേമിൽ അവരെ വളരെ നിരാശയായിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ച കൂടുതൽ പറഞ്ഞ് ഈ ബൊക്കോ ഹറാം തീവ്രവാദികൾ 250 പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയതിൽ ഒരു പെൺകുഞ്ഞ് അവരുടേതായിരുന്നു. അവര് ആ പെൺകുഞ്ഞിൻ്റെ ജഡം പോലും തിരികെ കൊടുത്തില്ല എന്നാണ് പറയുന്നത്.
ഏറ്റവും മൃഗീയമായ രീതിയിൽ പലര് ചേർന്ന് അതിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊന്നൊടുക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതേപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഈ കൊടും ഭീകരരുടെ ഉള്ളിൽ വരുവാൻ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ പറയും അവരൊന്നും ഇസ്ലാം അല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക ഐഡിയോളജിയിൽ നിൽക്കുന്നവരല്ല എന്നൊക്കെ ഒരു പൊത്തോരുത്ത വാക്കുകളൊക്കെ പറയും. പ്രത്യേകിച്ച് കേരളത്തിലെ മിതവാദികളായിട്ടുള്ള നമ്മളൊക്കെ, ഞാനടക്കം എല്ലാവരും അത് പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഐഡിയോളജി എന്താണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ നമുക്ക് നിസാരവൽക്കരിച്ച് കാണാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലുണ്ടായിരിക്കുന്ന ഈ വലിയ ദുരന്തം, റിപ്പോർട്ട് അനുസരിച്ച് 28 പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഗുരുതരമായ പരിക്കുകളോടുകൂടെ ജീവൻ മരണ പോരാട്ടം നടത്തി മെഡിക്കൽ കോളേജിലൊക്കെ കഴിയുന്ന ആളുകൾ അവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ നിജാവസ്ഥകൾ, അതിൻ്റെയൊക്കെ ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നയിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുകയും തീർച്ചയായിട്ടും അത് അപലപിച്ചാൽ മാത്രം പോരാ, അതിന് തക്കതായിട്ടുള്ള നിയമശിക്ഷകൾ അവർക്ക് നൽകുകയും ചെയ്യണം. അത്തരത്തിലുള്ള ഈ ഭീകരവാദത്തിൽ ഏർപ്പെടുന്ന ആരായിരുന്നാലും അവരെ ഒരു കാരണവശാലും സമൂഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതും കൂടെ ഓർക്കണം. ഓക്കെ, അപ്പം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ആഫ്രിക്കയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ അവരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒന്നുകിൽ ഭൂമി തരണം അല്ലെങ്കിൽ രക്തം തരണം എന്നുള്ള മുദ്രാവാക്യമാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 2021 നൈജീരിയയിൽ 4650 ക്രൈസ്തവരെയാണ് ഇവർ കൊന്നൊടുക്കിയതെന്നുള്ളത് മറന്നു പോരുത്. 2022 ആയപ്പോഴത്തേക്കും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ 900 ക്രൈസ്തവരെ ഈ ഭീകരന്മാരെ കൊലപ്പെടുത്തി. അപ്പോൾ അവിടുത്തെ ഒരു നൈജീരിയൻ ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്: അടുത്ത ഇര ആരാണ്? ഞാനാണോ, എൻ്റെ അയൽവാസിയാണോ, എൻ്റെ കുടുംബാംഗമാണോ, എൻ്റെ ദേശവാസികളാണോ എന്നുള്ള ചോദ്യമാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഓരോരുത്തരും ആ വിധത്തിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ അടുത്ത സ്ഫോടനം എവിടെയാണ് നടക്കുക എന്നറിയാതെ ഇവർ ജീവിതത്തെ തന്നെ എങ്ങനെ കാണണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അടുത്ത കൂട്ടക്കൊല നടക്കുക എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെ ആഗോള വ്യാപകമായിട്ട് തീവ്രവാദം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ 2.5 ദശകമായിട്ട് പോലും ഇത്രയും ലോകം പുരോഗതിയിലേക്കൊക്കെ എത്തിയിട്ടും മാനവികതയുടെയൊക്കെ ഉച്ചസ്ഥായിയിൽ നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഈ ഭീകരവാദത്തിന് എന്തുകൊണ്ട് ഒരു അറുതി വരുന്നില്ല? എന്തുകൊണ്ട് ഇത് ശക്തിപ്പെടുന്നു? നമ്മുടെ കേരളത്തിലെ ചില മീഡിയകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ചില പ്രഭാഷണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉപോത്ബലകമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ വെച്ചു കൊടുക്കുന്ന, തീ കത്തിക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാൻ. ആ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് സർക്കാർ ഗൗരവമായിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, ഈ ഭീകരവാദ പട്ടികയിൽ ധാരാളം പേരുകൾ വരുന്നുണ്ട്. അതിനകത്ത് അൽഖയ്ദയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഹമാസിനെ ന്യായീകരിക്കുന്നതായിട്ടുള്ള കേരള ജനത ഓർക്കണം. ആരെങ്കിലും ഹമാസിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഹമാസ് ഒരു ഭീകരവാദ സംഘടന തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അവർക്ക് വേണ്ടി ഇൻക്ലാബ് വിളിക്കുകയും അവരുടെ പതാകകൾ ഏന്തുകയും അവരുടെ ഫോട്ടോ വെച്ച് പ്രദക്ഷിണം നടത്തുകയൊക്കെ ചെയ്യുന്നവർ ഓർത്തോണം, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഹമാസിൻ്റെയൊക്കെ ക്രൂരതകളെയാണ്, അൽഖയ്ദയുടെ ക്രൂരതകളെയാണ്, ബൊക്കോ ഹറാമിൻ്റെ ക്രൂരതയാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്രൂരതയാണ്, ഇന്ത്യൻ മുജാഹിദിൻ്റെ ഭീകരതയാണ്, മുസ്ലിം ബ്രദർഹുഡിൻ്റെയും അതുപോലെ തന്നെ ICS എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭീകര കൊടും സംഘടനകളുടെയൊക്കെ വാക്താക്കളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ഞാനിത് ഗൗരവത്തോടുകൂടി പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മതത്തിൻ്റെ പേരിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മതം ഈ വിധത്തിൽ ഇത്ര ഹീനമായിട്ട്, ഇത്ര നീചമായിട്ട് അധപ്പതിക്കാൻ പാടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ വിധത്തിൽ മനുഷ്യനെ കൊന്നൊടുക്കണമെന്ന് പറയാൻ ആ ദൈവമാണോ അതോ പിശാചാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പൈശാചികന് മാത്രമേ മനുഷ്യനെ കൊല്ലുവാനും മുടിക്കുവാനും നശിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പിശാച് വന്നത് കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും അതിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു കർത്താവ് ലോകത്തിൽ വന്നത്. അപ്പോൾ രണ്ടും വെളിച്ചവും ഇരുളും പോലെ തന്നെയുള്ള വ്യത്യാസമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഞാനിത് ഇത്ര ഗൗരവത്തോടുകൂടി പറയുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടോ അകൽച്ച കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളിൽ ഇതേപോലെയുള്ള ആളുകളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ചില ചിന്താഗതികളുണ്ടല്ലോ, ഐഡിയോളജി ഉണ്ടല്ലോ, ആ ഐഡിയോളജിയെ എന്നേക്കുമായി മനസ്സുകളിൽ നിന്ന് കടപുടുക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, മുസ്ലിം പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം.
നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ കുട്ടികളെ, യുവതിവാക്കന്മാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. സ്നേഹത്തിൻ്റെ ദൂത് കൊടുക്കേണ്ടതിന് പകരം വിദ്വേഷത്തിൻ്റെ വാക്കുകളെ പറഞ്ഞുകൊണ്ട്, ആയത്തുകളെ എടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തിന് ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ ദൈവമല്ലേ ആ കാര്യം ഡീൽ ചെയ്യേണ്ടത്? നിങ്ങളാണോ ഡീൽ ചെയ്യേണ്ടത്? ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ നിങ്ങളാണോ മനുഷ്യരെ കൊല്ലേണ്ടത്? അതിനുള്ള അധികാരം ആരാ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? മതം തന്നിട്ടുണ്ടെങ്കിൽ ആ മതത്തെ വലിച്ചെറിയാനായിട്ട്, പിച്ചു ചിന്താനായിട്ട് സാധിക്കണ്ടേ നമുക്ക്? അതല്ലേ ചെയ്യേണ്ടത്? ഇന്നലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ വന്ന ആളുകളോട് അവരുടെ മതം ചോദിച്ചുകൊണ്ടാണ് കൊന്നത്. അവരുടെ മതം ചോദിച്ചുകൊണ്ട്. അത് നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മീഡിയകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊല്ലുക, അതും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ സ്വാത്വികരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയും ആ ബാങ്ക് വിളി കേട്ടിട്ട് പോയി നിസ്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അതേ ആ വാചകമാണ് മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഉപയോഗിക്കുന്നതെന്നും കൂടെ പറയുമ്പോൾ അതിൻ്റെ തീവ്രത, അതിൻ്റെ തീഷ്ണത, അതിൻ്റെ ഹീനത എത്ര വലുതാണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഒരു കാര്യം ഓർക്കണം, ഈ സത്യം നിങ്ങളോട് ഞാൻ ഇപ്പോൾ വിളിച്ചു പറയുന്നില്ലെങ്കിൽ വരും തലമുറയും ഈ ഭീകരവാദത്തിന്റെ അടിമകളായി തീരും. ഇവിടുത്തെ സ്വൈര്യവും സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ സ്വാത്വികരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഇറങ്ങണം, ഉണർന്നേ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മഹല്ലുകളെ വിളിച്ചുകൂട്ടി മഹല്ലുകളിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ അതെന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കണം. സാധാരണ ജനങ്ങൾക്കും അത് പരിശോധിക്കാനുള്ള അവകാശം കൂടെ നിങ്ങൾ കൊടുക്കണം. മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ചും കൂട്ടക്കൊല നടത്തുക, സ്കൂൾ ബസ്സുകളെ തട്ടിക്കൊണ്ടുപോകുക, വിമാനം റാഞ്ചുക, ട്രെയിൻ റാഞ്ചിൽ നടത്തുക, ഇന്റർനെറ്റിലൂടെ അനുയായികളെ ചേർക്കാനായിട്ട് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നോക്കിക്കേ, ഇങ്ങനെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്താ അതിൻ്റെയൊക്കെ ലക്ഷ്യം? അവർ പറയും രാഷ്ട്രീയ ലക്ഷ്യമാണ്. മൗദൂദി പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. രാഷ്ട്രീയം, മതരാഷ്ട്രം ഉണ്ടാക്കുക, മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്ത് ഹീനകൃത്യവും ചെയ്യുക. എത്ര വഷളത്തരമാണ്! ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലാനും, മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാനും, മനുഷ്യനെ നശിപ്പിക്കുവാനും, ദേശത്തിന്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തുവാനും അതൊക്കെ ദൈവത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ ആ ദൈവം ദൈവമാണോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അപ്പം ഇന്നത്തെ ഈ മാരകമായിട്ടുള്ള ആക്രമണം പൊതുവെ നമ്മുടെ രാജ്യത്ത് പരത്തിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ എത്ര ഭയങ്കരമായിരിക്കും എന്നുള്ളതും കൂടെ ഓർത്തുകൊള്ളുക. മറ്റു രാജ്യത്തു നിന്നുള്ള ആളുകളാണിത് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവരിൽ അങ്കുരിച്ചിരിക്കുന്നതായിട്ടുള്ള, അവരിലേക്ക് വിത്ത് പാകിയിരിക്കുന്നതായിട്ടുള്ള ഈ ഭീകരവാദം എന്നുള്ള ആ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടുന്നതായ ഒരു രോഗമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഞാൻ രണ്ടുപേരുടെ പേരുകൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഒന്ന് ഡോക്ടർ സാക്കിർ നായിക്. ഇതിനു മുമ്പ് പലപ്പോഴും പൊതുവേദികളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഇവിടെ വന്നിട്ട് വിതച്ചതായ വിഷവിത്ത് അനേക ചെറുപ്പക്കാരെ നാശത്തിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരവാദത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ഒന്ന് നമ്മുടെ കേരളത്തിലുള്ള മറ്റൊരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളുകളാണ് ഇതേപോലുള്ള ഭീകര പ്രസ്ഥാനത്തിലേക്കൊക്കെ പോയതെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോകളൊക്കെ തന്നെ നിരോധിക്കപ്പെടേണ്ടതാണ്. അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ അത് വിട്ടൊഴിയാനായിട്ട് മുസ്ലിം സഹോദരങ്ങൾ മനസ്സ് കാണിക്കണം. മുസ്ലിം പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നതിന് തടസ്സമായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനായിട്ട് അവരെ കൃത്യമായിട്ടുള്ള ശിക്ഷാവിധികൾ കൽപ്പിച്ച്, നിങ്ങളുടെ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ കൊടുത്ത് അവരെ മാറ്റി നിർത്താനായിട്ടുള്ള മനസ്സും കൂടെ കാണിക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒന്നും രണ്ടും ജനങ്ങളല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. 28 പേര് ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും എത്രയോ പേര് ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവിടെ കഴിയുകയാണ്. അവരുടെ ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ മാനസിക അവസ്ഥകൾ എന്തായിരിക്കും? അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥകൾ എന്തായിരിക്കും? നമ്മുടെ മലയാളി പോലും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറന്നുപോകരുത്. ഈ ഭീകരമായ സംഘടനകളെ ഇവിടെയൊക്കെ തേരോട്ടം നടത്താനായിട്ട് ഇടവരുന്നു എന്നുള്ളതും വലിയ അപകടം തന്നെയാണ്. അതുകൊണ്ട് തീവ്രവാദം ആഗോളതലത്തിൽ തന്നെ ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നുള്ളത് നമുക്കറിയാം. അതിനകത്ത് സലഫി ജിഹാദ്, മതപരമായ പ്രചോദനത്താൽ പ്രകോപിതരായ ജിഹാദികൾ പൗരസമൂഹത്തിനെതിരെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ജിഹാദിനെ കുറിച്ച് ഞാൻ 2 പാഠങ്ങൾ എടുത്തിരുന്നു. അതിനകത്ത് നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അവർ തന്നെ അതിൻ്റെ അടിക്കുറിപ്പുകൾ എഴുതിയപ്പോൾ അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് ഇതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെയാണോ എന്ന്. അതേ പ്രിയമുള്ളവരെ, എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതേപോലെയുള്ള ജിഹാദ്
ആ ഭീകരതയെ നമ്മൾ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇവിടെ നല്ല മതസൗഹാർദ്ദ അന്തരീക്ഷം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് നിരപരാധികളെ കൊല്ലുന്നവരുടെ ദൈവശാസ്ത്രം എങ്ങനെ സമാധാനമാകുമെന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണ് നിങ്ങൾ ആളുകളെ കൊല്ലുന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങളുടെ മതം സമാധാനത്തിന്റെ മതമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ, ഒന്ന് വിശദമാക്കി തരാമോ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ? നിങ്ങളുടെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. സാധിക്കുമോ നിങ്ങൾക്ക്? ഇന്ത്യയിലും ആസൂത്രിതമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2007 ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന ഭീകരാക്രമണം, 2008 ജയ്പൂർ സ്ഫോടന പരമ്പര, ബാംഗ്ലൂർ സ്ഫോടന പരമ്പരകൾ, അഹമ്മദാബാദിലെ സ്ഫോടന പരമ്പരകൾ, ജാമിയ നഗറിലെ ഏറ്റുമുട്ടൽ, 2008 ജൂലൈ 26 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നടന്നായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങൾ, 2010 പൂനെ ബോംബിങ്, വാരണാസി ബോംബ് ആക്രമണങ്ങൾ, മുംബൈ സ്ഫോടന പരമ്പര, 2013 നടന്ന ബോധ്ഗയ സ്ഫോടന പരമ്പര, പത്തൻകോട്ടിലെ ആക്രമണം, ഉറി ഭീകരാക്രമണം, 2019 പുൽവാമ ഭീകര ആക്രമണം തുടങ്ങിയവയ്ക്ക് പിന്നിൽ ജിഹാദികൾ ആയിരുന്നു എന്നുള്ളതിന് ആർക്കാണ് സംശയമുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭീകര സംഘടനകളിൽ പോയി കൂടുന്ന ആരൊക്കെയാണ്? അവരെല്ലാം മതം പഠിച്ചവർ തന്നെയാണ്. അവരെല്ലാം മദ്രസകളിൽ പഠിച്ചവരാണ്. അവരെല്ലാം തന്നെ 5 നേരം നിസ്കരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്, ദൈവവിശ്വാസികളെന്ന് കൂടെ പറയുന്നവരാണ്. നമുക്കറിയാവുന്ന പോലെ കുടകിലെ തീവ്രവാദ ക്യാമ്പ്, കണ്ടഹാർ വിമാന റാഞ്ചിൽ, ജമ്മു കാശ്മീരിലെ നിയമസഭാ മന്ദിര ആക്രമണം, ഇങ്ങനെ എത്രയോ. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ തകർക്കുകയും അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഉദ്ദേശമാണ്. അതിനുവേണ്ടി കള്ളനോട്ടിറക്കുക, എന്നിട്ട് സാമ്പത്തിക ഭദ്രതയെ തകർക്കുക, സാമൂഹ്യ വേർതിരിവുണ്ടാക്കുക, യുവാക്കളെ നശിപ്പിക്കാനായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ലഹരി വസ്തുക്കളുടെ ശേഖരണം നടത്തുക, അവയെ കടത്തിക്കൊണ്ടുവരിക, എന്നിട്ടത് വിതരണം ചെയ്യുക. ഇതെല്ലാം തന്നെ ജിഹാദികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. നമ്മളിതിനെയൊന്നും കണ്ടിട്ട് സാരമില്ല എന്ന് വെക്കാൻ പറ്റുകയില്ല. ആര് ഭീകരവാദം ചെയ്താലും തീവ്രവാദം ചെയ്താലും അത് തീവ്രവാദവും ഭീകരവാദവും തന്നെയാണ്. അത് RSS ചെയ്തു കഴിഞ്ഞാൽ RSSനെ ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അത് ജിഹാദികൾ ചെയ്തു കഴിഞ്ഞാൽ ജിഹാദികളെ ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അത് ക്രൈസ്തവന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഈ തരത്തിലുള്ള ഭീകരവാദമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഹനിക്കുന്ന ഏത് പ്രവർത്തികൾ ആരെല്ലാം മുഴുകുന്നുണ്ടോ അതെല്ലാം തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മുളയിലെ നുള്ളിക്കളയേണ്ടത് ആവശ്യമാണ്. അത് യഹോവ സാക്ഷി ചെയ്താലും തെറ്റ് തന്നെയാണ്. യഹോവ സാക്ഷി അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കൊടും ഭീകരതയാണെന്ന് പറയാൻ ആർജവം കാണിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ദുരന്തം, ഇത് വലിയൊരു ദുരന്തം തന്നെയാണ്, ഒരു ദേശീയ ദുരന്തം പോലെ തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ അഭിവാജ്യ ഘടകമായിരിക്കുന്ന ജനങ്ങൾ വളരെ വിശ്വസിച്ച് ആഗ്രഹിച്ച് ദേശം കാണാനും പ്രകൃതിയുടെ മനോഹരത്വം ആസ്വദിക്കാനൊക്കെ പോയ ആളുകൾ അവരുടെ മതം ചോദിച്ച് അവരെ വെടിവെച്ചു കൊന്നിരിക്കുക. എത്ര ഭീകരതയാണത്! അപ്പോൾ ദേശീയ തകർത്ത് ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി സൗത്ത് ഏഷ്യയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ബലപ്രയോഗം നടത്താൻ ജിഹാദികൾ ശ്രമിക്കുകയാണെന്നാണ് എൻ്റെ ഒരു സ്നേഹിതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവിധ ബ്രാൻഡുകളിൽപ്പെട്ട തീവ്രവാദ സംഘടനകളും അതിൻ്റെ പുതിയ പതിപ്പുകളും ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും സൈനിക ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന സൈനികരായിട്ടുള്ള ആളുകൾ ഇവർക്ക് ക്യാമ്പുകൾ നടത്തി പരിശീലനം നൽകുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള ചില ചെറുപ്പക്കാർക്ക് പരിശീലനമൊക്കെ കൊടുത്തു. അവരെല്ലാം പൊക്കാൻ തക്കവണ്ണം നമ്മുടെ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. PFI പോലുള്ള പ്രസ്ഥാനം അത് വന്നപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഇത് അപകടം ചെയ്യും, നമ്മുടെ നാടിനെ നശിപ്പിക്കും. അന്ന് ആദ്യം അത് കേട്ടില്ല. പിന്നീട് അവരെല്ലാം പൊക്കിക്കൊണ്ടുപോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതെല്ലാം ഭീകര പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ തകർക്കുക ഇവരുടെ ലക്ഷ്യം തന്നെയാണ്. അത് പാകിസ്ഥാനും ഇറാനും ഖത്തറും തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായവും ഇവർക്കുണ്ടെന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. കാരണം പെട്രോൾ ഡോളർ, വ്യാജ കറൻസി, ലഹരി മരുന്ന്, സ്വർണ്ണക്കടത്ത്, റിയൽ എസ്റ്റേറ്റുകൾ, ആയുധ കച്ചവടം, മനുഷ്യക്കടത്ത്, ഇങ്ങനെ എന്തെല്ലാമാണ് ഈ കൂട്ടർ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്, 2006 കോഴിക്കോട് KSRTCയിൽ നടന്നിട്ടുള്ള ഇരട്ട സ്ഫോടന കേസുകൾ, കളമശ്ശേരി ബസ് കത്തിക്കൽ തുടങ്ങിയ പല കേസുകളും ഭീകര ബന്ധമുള്ളവയാണെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ കണ്ണൂർ പാറാട് ടൗൺ, വാഗമൺ, സിമിക്ക, കണ്ണൂർ നാറാത്ത് ക്യാമ്പ് തുടങ്ങിയ വിധ്വംസക പ്രവർത്തനങ്ങളും
അതേപോലെ തന്നെ ചില DGPമാർ റിട്ടയർഡ് ആയതിനു ശേഷം പറഞ്ഞ സ്ലീപ്പർ സെല്ലുകളും ഒക്കെ നമ്മളെ ഞെട്ടിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അപ്പം പൊതു പൗര നിയമത്തിന് ബദലായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും സ്ത്രീ വിരുദ്ധതയും ആണുങ്ങളുടെ അധികാര മൂല്യങ്ങളുടെ അറുതിരിപ്പൻ മേൽക്കോയ്മകളും പ്രാകൃതമായ ഗോത്ര ആചാരങ്ങളും ബലിഷ്ഠമായിട്ടുള്ള പൗരോഹിത്യ സാമഗ്രി ആധിപത്യവും ഇതെല്ലാം തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് വെച്ചു പുറപ്പിക്കാൻ കഴിയാത്തതാണ്. അത് അവജ്ഞയോടും കൂടെ മാത്രമേ നോക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ മതത്തെക്കുറിച്ച് പറയുന്നതിനോട് ആർക്കും പ്രശ്നമില്ല. പക്ഷേ ആ മതത്തിൻ്റെ പേരിൽ ഭീകരവാദം നടത്തുക, അള്ളാഹുവിൻ്റെ പേരിൽ ഭീകരവാദം നടത്തുക, എന്നിട്ട് അത് വെറും നോക്കുകുത്തികളായിട്ട് സാധാരണക്കാരായിട്ട് ഉള്ള മതപണ്ഡിതന്മാർ നിൽക്കുക, അത് തെറ്റാണ് കേട്ടോ. നമ്മൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇതിന് എതിരെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. എല്ലാ മത മേലധ്യക്ഷന്മാരും ഈ വിഷയത്തെ അപലപിച്ചതുകൊണ്ട് കാര്യമല്ല, അപലപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ മത മേലധ്യക്ഷന്മാരായിരിക്കുന്ന തങ്ങന്മാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ ഇതിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ശരിയായ രീതിയിൽ നയിക്കാൻ, മതേതരത്വ കാഴ്ചപ്പാടിൽ നയിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ടാൽ പോരാ. നിങ്ങളുടെ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയും സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ടി കൊണ്ടോ നിങ്ങളുടെ മത പഠനങ്ങൾ കൊണ്ടോ പ്രയോജനമുണ്ടാകുകയുള്ളൂ നാടിന്, ദേശത്തിന്. ഇല്ല എങ്കിൽ നിങ്ങളുടെ സമുദായ ശാക്തീകരണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഹനിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിൽ മാത്രം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒതുക്കി നിർത്താതെ അങ്ങ് കാശ്മീരിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മുസ്ലിം സമുദായത്തെ നിങ്ങൾ ബോധവൽക്കരിക്കണം. മദ്രസകളിൽ നിങ്ങൾ ഇടപെടണം. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം ഇത് ഞങ്ങളുടെ സ്വൈര ജീവിതത്തിനും കൂടെ ഹാനിയാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഞങ്ങളോട് കോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. സ്നേഹത്തിൻ്റെ ഭാഷ്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ അനുചരന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഈ ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ വ്യക്തികളെന്നുള്ള നിലയിൽ വ്യക്തികളെ, അതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളെ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങളോട് ശുപാർശ ചെയ്യുന്നത്, അവരെ നശിപ്പിക്കരുതെന്ന് പറയാൻ കാരണം അവർ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതം. അതിനെ നമ്മൾ കോഞ്ഞാണ്ടിയാക്കി കളയരുത്. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും പന്താടി കളയാൻ ഉള്ളതല്ല, മറിച്ച് അത് നമുക്ക് ക്രിയാത്മകമായിട്ട് ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ടുള്ളതാണ്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീർന്നു പോകും. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മനുഷ്യരെ കൊന്നിട്ട് ഹൂറികളെ കിട്ടുമെന്നുള്ള കൊതിയോടുകൂടിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.